പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെ എൻ്റെ കുടുംബത്തെ ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുകുമാരനും ആദ്യമേ നന്ദി പറയുന്നു. സാക്ഷ്യം പറയാൻ വൈകിയതിനും ക്ഷമ ചോദിക്കുന്നു. എൻ്റെ പേര് അനു അബ്രഹാം. ഞാൻ വരുന്നത് വയനാട്ടിൽ നിന്നാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് 2023 സെപ്റ്റംബർ 30-നാണ്. ഞാൻ 2019 തൊട്ട് എനിക്ക് കൃപാസനത്തെപ്പറ്റി അറിയാം. ഞാൻ വരാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. പക്ഷേ എനിക്ക് ഒരു 2-3 കൊല്ലം എടുത്തു ഞാൻ ഇങ്ങോട്ട് വരാൻ. കാരണം മാതാവ് വിളിക്കാതെ ഇങ്ങോട്ട് ആർക്കും വരാൻ പറ്റില്ല. അത് തന്നെയായിരുന്നു അതിൻ്റെ റീസൺ. അങ്ങനെ ഞാൻ ബേസിക്കലി നേഴ്സാണ്. ഞാൻ 2023 എനിക്ക് ഇനി നാട്ടിൽ നിൽക്കണ്ട, ഇനി പുറത്തോട്ട് എങ്ങോട്ടെങ്കിലും നോക്കാം എന്നൊരു ഒരാഗ്രഹം വന്നു. അങ്ങനെ ഞാൻ പുറത്തോട്ട് നോക്കാനുള്ള എനിക്ക് എന്തെടുക്കണമെന്ന് ആദ്യം അറിയില്ലായിരുന്നു. എൻ്റെ യോഗ്യതകൾ എനിക്ക് നന്നായി അറിയാം. അതിലുപരി എൻ്റെ ആ യോഗ്യതകൾ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. OET വേണോ അതോ ഇനി സൗദി അങ്ങനെ എന്തെങ്കിലും നോക്കണോ? ഞാൻ മാതാവിനാണ് അതിൻ്റെ ഓപ്ഷൻ കൊടുത്തത്. എനിക്ക് ഒരു ഏജൻസി ത്രൂ സൗദിക്കൊരു വേക്കൻസി വന്നു. ആദ്യം ഇൻ്റർവ്യൂ ഓൺലൈനായിരുന്നു എനിക്ക് നടന്നിരുന്നത്. ഫസ്റ്റ് അന്നത്തെ ദിവസം രാവിലെ തൊട്ടേ ഞാൻ സിസ്റ്റത്തിൻ്റെ മുന്നിലായിരുന്നു. എനിക്ക് ഉച്ചയായിട്ടും എനിക്കെന്നെ വിളിച്ചില്ല. ആ സമയം ഞാൻ ജസ്റ്റ് ഒന്ന് മയങ്ങിപ്പോയി. അപ്പം ആ മയക്കത്തിൽ എന്നോട് മാതാവ് എന്ന് പറഞ്ഞു, ഈ ഇൻ്റർവ്യൂ തീർന്നു എന്ന്. ഞാൻ പെട്ടെന്ന് ഞെട്ടി. എണീറ്റപ്പോൾ എൻ്റെ ഏജൻസി എന്നോട് പറഞ്ഞു, നിൻ്റെ ഇൻ്റർവ്യൂ തീർന്നു. അപ്പോൾ എനിക്ക് മാതാവിൻ്റെ പ്രസൻസ് അതിനകത്ത് മനസ്സിലായി. അപ്പം അങ്ങനെയാണ് ഞാൻ ഇൻ്റർവ്യൂവിന് ശേഷമാണ് കൃപാസനത്തിലോട്ട് ആദ്യമായിട്ട് വരുന്നത്. കൃപാസനത്തിൽ വരുന്നതിൻ്റെ തലേന്ന് ഒരു അത്ഭുതം നടന്നു എൻ്റെ ജീവിതത്തിൽ. ഞാൻ 2019 തൊട്ട് ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 3.5 കൊല്ലമായിട്ട് എൻ്റെ PF കിട്ടിയിരുന്നില്ല. എനിക്കത് വളരെ സങ്കടമുള്ളൊരു കാര്യമായിരുന്നു. PF അത്യാവശ്യം ഒരു നല്ലൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. കുറേ കാലം ഞാൻ അതിൻ്റെ പുറകെ നടന്നു. ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ തലേന്ന് 2023 സെപ്റ്റംബർ 29 ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് 4 മണിക്കാണ് അവിടുന്ന് ബസ് വരുന്നത്. കറക്റ്റ് 3:50 എൻ്റെ ഫോണിൽ ക്രെഡിറ്റായി എൻ്റെ PF. അതാണ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തത് സൗദിക്ക് വരാൻ വേണ്ടിയിട്ട് എമൗണ്ട്. പിന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. എനിക്ക് ലാഗായിരുന്നു ആ സമയത്ത്. 2023 സൗദിയിൽ വിസ അടിക്കുന്നില്ലായിരുന്നു. 8 മാസത്തോളം ഞാൻ അതിൻ്റെ പുറകെ നടന്നു. ഞാൻ ഒത്തിരി വിഷമിച്ചു. മാതാവിനോട് കരഞ്ഞപേക്ഷിച്ചു. ഓരോ ഡേറ്റും ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രോമെട്രിക് എക്സാം എനിക്ക് ബാംഗ്ലൂർ വെച്ചായിരുന്നു നടന്നത്. ആ സമയത്തും ഞാൻ എക്സാം ഹാളിൽ കയറിയപ്പോഴും കാശുരൂപം കൊണ്ടുപോയിരുന്നു, തൈലം ഉപയോഗിച്ചിരുന്നു, ഉപ്പ് കഴിച്ചിരുന്നു. ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോഴും ഞാൻ മാതാവിനോട് വിശ്വാസപ്രമാണം ചൊല്ലിയായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നത്. എനിക്ക് അറിയുന്ന ആൻസേഴ്സ് കുറവായിരുന്നു. പക്ഷേ എന്നിരുന്നാലും എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ജയിക്കുമെന്ന്. കാരണം ഞാൻ എൻ്റെ മെറിറ്റിലല്ല വിശ്വസിച്ചത്. നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ്. അങ്ങനെ റിസൾട്ട് വന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ നല്ല മാർക്കോടെ ഞാൻ പാസ്സായി. എന്നിട്ടും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ലാഗൊക്കെ വന്നിരുന്നു. 2024 ജൂൺ 11 ഞാൻ സൗദിക്ക് പോയി. പിന്നെ എനിക്ക് ഡ്യൂട്ടി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണെങ്കിലും ഞാൻ അവിടെ കാശ് രൂപ ഇട്ടിട്ടാണ് ഞാൻ പോയിരുന്നത്. തൈലം പൂശുമായിരുന്നു. ഉപ്പ് ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ പ്രത്യേകിച്ച് സൗദികളാണ് വരുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അതിൻ്റേതായ പണിഷ്മെൻറ്റ് നമുക്ക് കിട്ടും. ഞാൻ ക്രാഷ് കാർട്ടിൽ തൂക്കുമായിരുന്നു, ഉപ്പിടുമായിരുന്നു, തൈലം പൂശുമായിരുന്നു. എനിക്ക് കിട്ടുന്ന എല്ലാ ബെഡിലും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു രോഗസൗഖ്യം എന്ന് പറയുന്നത് ഞാൻ ഒരു നൈറ്റ് ഡ്യൂട്ടി ടൈമാണ്. എനിക്ക് നല്ല UTI ആയിരുന്നു. എനിക്കങ്ങനെ വരുന്നതല്ല, പെട്ടെന്ന് എനിക്ക് വന്നു. ഞാൻ എൻ്റെ അസുഖത്തിന് ഞാൻ ഒരിക്കലും ദൈവത്തോട് മാതാവിനോടോ മാതാവേ എനിക്കിത് മാറ്റിത്തരണമെന്ന് പറയാറില്ല. എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ കുറേയൊക്കെ സഹിക്കും. ഇതെന്നെക്കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് വരുന്ന പേഷ്യൻസിനെ ഞാൻ നോക്കണമായിരുന്നു. അപ്പോൾ എനിക്കിവരെ നോക്കാൻ പറ്റുന്നില്ല. 3 അനാൾജിസിസ് ഞാൻ എടുത്തിട്ട് എൻ്റെ പെയിൻ കുറയുന്നില്ല. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ഇച്ചിരി റെസ്റ്റിംഗ് ടൈം കിട്ടി. അപ്പോൾ ഞാൻ ധ്യാനം കേൾക്കുമായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഈ ധ്യാനം തീരുന്നതിന് മുന്നേ 2 മണിക്കൂർത്തെ ഈ ധ്യാനം തീരുന്നതിന് മുന്നേ എൻ്റെ അസുഖം നീ എനിക്ക് മാറ്റിത്തരണം. ഞാൻ പൊട്ടിക്കരഞ്ഞ് ഇതിന് മുന്നേ മാതാവിനോട് എൻ്റെ അസുഖം മാറ്റാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ആദ്യമായി ഞാൻ മാതാവിനോട് പറഞ്ഞു, വിത്തിൻ 15 മിനിറ്റ് കൊണ്ട് എൻ്റെ അസുഖം മാതാവ് സമ്പൂർണ്ണമായി എനിക്ക് മാറ്റിത്തന്നു. ജൂൺ 11 പോയത്. ഞങ്ങൾ ജൂൺ 10 ഞങ്ങൾ കൃപാസനത്തിൽ വന്നിരുന്നു മാതാവിനെ കണ്ട് നന്ദി പറയാൻ, ഉടമ്പടി പുതുക്കാൻ. പക്ഷേ വൈകിയാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയിരുന്നില്ല.
ഞാനൊരു CSI ഞാനിപ്പോഴാണ് എൻ്റെ കല്യാണം ഈ ഇടയ്ക്കാണ് കഴിഞ്ഞത്. ഇപ്പോഴാണ് ഞാൻ കത്തോലിക്കയിലോട്ട് വന്നത്. അപ്പോൾ എനിക്ക് കൊന്ത ചൊല്ലാനൊന്നും അറിയില്ല, അതിലുപരി മടിയുമായിരുന്നു. അപ്പം സ്റ്റീഫൻ അച്ഛൻ എന്നോട് പറഞ്ഞു, സ്റ്റീഫൻ അച്ഛനെ കണ്ടിരുന്നു. അച്ഛൻ എന്നോട് പറഞ്ഞു, മാതാവ് നിന്നോട് പറയുന്നുണ്ട് കൊന്ത ചൊല്ലണമെന്ന്. അതിനുശേഷം ഒരു ദിവസം പോലും മുടക്കാതെ ഞാൻ കൊന്ത ചൊല്ലുവാൻ മാതാവ് എന്നെ സഹായിച്ചു. സമ്പൂർണ്ണ ബൈബിൾ വായിക്കുവാൻ മാതാവ് എന്നെ സഹായിച്ചു. മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്. ആദ്യമായി കിട്ടുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്ന ദിവസമായിരുന്നു. പിന്നീട് ഞാൻ സൗദിക്ക് പോകുന്നതിൻ്റെ തലേന്ന് ഇവിടെ വന്നിരുന്നെന്ന് പറഞ്ഞല്ലോ, അന്നാണ്. എനിക്ക് പിന്നെ കിട്ടിയത് ഇന്നാണ്. മാതാവിൻ്റെ പ്രസൻസ് എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. മാതാവ് എൻ്റെ കൂടെ, ഞാൻ മാതാവിനെ ഉപേക്ഷിച്ചാലേ ഉള്ളൂ, മാതാവ് ഒരിക്കലും എന്നെ ഉപേക്ഷിക്കില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. മാതാവിൻ്റെ പ്രസൻസും ഈശോപ്പയുടെ പ്രസൻസും എന്നും എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഇതെൻ്റെ ഹസ്ബൻഡാണ്. ഞങ്ങളുടെ കല്യാണം ഈ ജനുവരി 19 കഴിഞ്ഞു. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. വരുന്ന എൻ്റെ മുന്നിൽ നിന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ എങ്ങനെയും എൻ്റെ കയ്യിലുള്ള പൈസ എങ്ങനെയെങ്കിലും ഞാൻ ഒപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ കടവായിട്ടായിരിക്കാം, ചിലപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ അവസ്ഥ ഞാൻ നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു. ഉടമ്പടി ധ്യാനം ഞാൻ എല്ലാ ആഴ്ചയും കേൾക്കാൻ, ആ ആഴ്ചവട്ടത്തിൽ തന്നെ തീർക്കാൻ ശ്രമിക്കാറുണ്ട്. ഡെയിലി ബ്രെഡ്, ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ ഡെയിലി കൂടുമായിരുന്നു. ഇത്രയൊക്കെയാണ് ദൈവം തന്നത്, അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ കുടുംബത്തിൻ്റെ ഒരുപാട് നന്ദി. സങ്കീർത്തനങ്ങൾ 145, 18, 19 തിരുവചനങ്ങൾ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. അനു എബ്രഹാം എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പങ്കുവെക്കുകയായിരുന്നു. ആദ്യത്തത് മകൾക്ക് കൃപാസനത്തിലേക്ക് വരുവാനുള്ള തീഷ്ണമായ ആഗ്രഹവും അതിനുവേണ്ടി കാത്തിരുന്ന നാളുകളും ഇവിടെ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ ഉടമ്പടിയെക്കുറിച്ച്, ഉടമ്പടി ധ്യാനത്തെക്കുറിച്ച്, സാക്ഷ്യത്തെക്കുറിച്ച് മകൾക്കുണ്ടായിരുന്ന അറിവുകളുമാണ്. അമ്മയെ കാണുവാൻ വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടിയാണ് മകൾ അണയുന്നത്. അതുകൊണ്ട് തന്നെ മകൾ പറയുന്നുണ്ട്, ഞാനിവിടെ അമ്മയെ കാണുവാനായി വരുന്ന ആ മണിക്കൂറുകളിൽ തന്നെ അമ്മ എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്, കൂടെയുണ്ട് എന്ന തെളിവുകൾ നൽകിയാണ് അമ്മ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. ഏറെ 3-3.5 വർഷമായി നിരന്തരം മകളൊരു PF വേണ്ടി ജോലി ചെയ്തെടുത്തുനിന്ന് കിട്ടുവാൻ ഏറെ പരിശ്രമിച്ച് പരാജയപ്പെട്ട് അത് ഒരു വഴിയും തെളിയാതെ നിൽക്കുമ്പോൾ, മകളിങ്ങോട്ട് 4 മണിക്ക് ബസ് കയറുവാൻ നിൽക്കുമ്പോൾ 3:50 മകളുടെ അക്കൗണ്ടിൽ ആ തുക മുഴുവനും ഒരുമിച്ച് ക്രെഡിറ്റായതാണ് അമ്മ മാതാവ് കൊടുത്ത ആദ്യത്തെ അടയാളം. അതോടൊപ്പം തന്നെ മകൾ വിദേശത്തേക്ക് പഠിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പഠനത്തിൻ്റെയും വിദേശത്തേക്കുള്ള യാത്രയ്ക്കും വേണ്ടി ആ പണം മകൾക്ക് സമയത്ത് ഉപകരിച്ച് നൽകി എന്നുള്ളതാണ് അമ്മയുടെ രണ്ടാമത്തെ സംരക്ഷണം. അത് മോളുടെ അമ്മ മോളോട് പറഞ്ഞിരുന്നു, അത് നിനക്ക് പെൻഡിങ് ആകുന്നുവെങ്കിൽ അത് അമ്മ മാതാവ് ഏതോ ഒരു കാര്യത്തിന് വേണ്ടി നിനക്കത് ഒരുക്കി തരുവാനായി ക്രമീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ അമ്മ മാതാവ് ആ പണം കൃത്യമായി ക്രമീകരിച്ച് യാതൊരു അല്ലലും ക്ലേശവുമില്ലാതെ അതിനുവേണ്ടി മകൾ ഒരുക്കിക്കൊടുത്തു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. വിദേശത്തേക്കുള്ള യാത്രയും അവിടെ സുരക്ഷിതമായ ജോലിയും അവിടെയുള്ള പേഷ്യൻസിനോട് എന്നും എളിമയിൽ സ്നേഹത്തിൽ ശുശ്രൂഷാ മനസ്സോടുകൂടി അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കുവാൻ മകൾക്ക് കൊടുത്ത ഒരു ഹൃദയവും അത് ഉടമ്പടിയിലൂടെ മകൾക്ക് തീഷ്ണമായി നൽകിയെന്ന് മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ രോഗിയോടും അത് അമ്മ മാതാവിൻ്റെ സംരക്ഷണയിലും ഈശോയുടെ കരങ്ങളിലേക്കും ഏൽപ്പിച്ചു കൊടുത്ത് ശുശ്രൂഷിച്ചു എന്നതിൻ്റെ അടയാളമാണ് ഓരോ ഇടത്തും ചെല്ലുമ്പോൾ മകൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത്. ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ രോഗികളെയും ഒരു അപകടം കൂടാതെ ഈ രോഗി എൻ്റെ കരങ്ങളിലൂടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുവാൻ വേണ്ടി അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. പരീക്ഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ മകൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഈശോയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് എൻ്റെ കഴിവിനാലല്ല ദൈവകൃപയാൽ മാത്രം എനിക്ക് വിജയിക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടി ഞാനവയെ സമീപിക്കുകയും എൻ്റെ അറിവിനപ്പുറം, എൻ്റെ പ്രാപ്തിക്കപ്പുറം നല്ല വിജയം ആദ്യ അവസരത്തിൽ തന്നെ നൽകിക്കൊണ്ട് എൻ്റെ അമ്മ മാതാവ് എന്നെ സഹായിച്ചുവെന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ശാരീരികമായൊരു രോഗാവസ്ഥ, അത് രാത്രികാലത്ത് ഡ്യൂട്ടിക്കിടയിൽ
സംഭവിക്കുമ്പോഴും മറ്റു മരുന്നോ കാര്യമോ ഒന്നും ഉപകരിക്കാതെ നിൽക്കുന്ന സമയത്തിലും അമ്മയുടെ സംരക്ഷണം തേടി മകൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനും മകൾക്ക് ലഭിക്കുന്ന സംരക്ഷണത്തെയും സൗഖ്യത്തെയും വാക്കുകളിലൂടെ അടയാളപ്പെടുത്തുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, അമ്മയുടെ ഉടമ്പടി നമ്മുടെ ജീവിതത്തെ എപ്പോഴും നേർവഴിയിൽ നയിക്കുന്നതാണ്, മേൽഗതിയിലേക്ക് നയിക്കുന്നതാണ്, തടസ്സങ്ങൾ നീക്കിത്തരുന്നതാണ്. ആപത്ത് സമയത്ത്, ഒരു അത്യാവശ്യ സമയത്ത് അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മറ്റെങ്ങും ഇല്ലാത്ത വിധം, മറ്റൊരാളും നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് സഹായിക്കുവാൻ പറ്റാത്ത വിധം അമ്മ തിരുക്കുമാരനോട് പറഞ്ഞ് ജീവിതത്തിൻ്റെ ആപത്സന്ധികളിൽ കൂടെ നിന്ന് സഹായിച്ച് നമുക്കതിൻ്റെ റിലീഫ്, അതിൻ്റെ സൗഖ്യവും സമാശ്വാസവും നൽകുന്നതുമാണ്. അതിൻ്റെ സാക്ഷ്യങ്ങളാണ് ഈ അൾത്താരയിൽ ഈ മകൾ അടയാളപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളെ ആത്മധൈര്യമുള്ള വിശ്വാസികളാക്കുന്നു. ഉടമ്പടി ദൈവിക സംരക്ഷണത്തിൽ ജീവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു. ഉടമ്പടി പാപ സാഹചര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാനും കൃപയിൽ വളരുവാനും നമ്മളെ നിരന്തരം പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഉടമ്പടി നമ്മോടൊപ്പം ഒരമ്മ കൂടെയുണ്ട്. ജീവിതത്തിൻ്റെ ഏതൊരു ഘട്ടത്തിലും ഏതൊരു വിഷയത്തിലും നാം മുന്നേറുമ്പോൾ കൂടെ കരുതലായി, ശക്തിയായി ഒരമ്മ കൂടെയുണ്ട്. ആ അമ്മ വിളിച്ചാൽ ഈശോ ജീവിതത്തിൽ ഇടപെടുകയും യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും എന്നൊരു വലിയ ധൈര്യം നമുക്ക് ഓരോരുത്തർക്കും കൈമാറുന്നുണ്ട്. അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത. നമുക്കൊപ്പം, ഒരുപക്ഷെ നമുക്ക് മുൻപേ അമ്മ മാതാവ് നമുക്ക് വേണ്ടതൊക്കെ ക്രമീകരിച്ച് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നു, സൗഖ്യമുള്ളതാക്കുന്നു, സന്തോഷമുള്ളതാക്കുന്നു. ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച ഓരോ അനുഗ്രഹങ്ങൾക്കും അനുഭവങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.